ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് ട്രിപ്പ് മൂകാംബിക കുടജാദ്രിയായിരുന്നു. അപ്പോൾ ഈ വട്ടം ഞാനും വിഷ്ണുപ്രിയയും മാത്രമല്ല പോയത്, അപർണയും ഗൗരിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് ഈ വട്ടം ട്രിപ്പ് പോയത്. അപ്പോൾ ജനറൽ ടിക്കറ്റ് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഒരു 7:15 ഞങ്ങൾ മൂകാംബിക റെയിൽവേ സ്റ്റേഷനിലെത്തി. എറണാകുളത്ത് നിന്ന് എടുക്കുന്ന ഓക്ക എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ പോയത്. അപ്പോൾ രാവിലെ തന്നെ എത്തിയതുകൊണ്ട് നല്ലൊരു സൺ റൈസൊക്കെ കണ്ടു. അങ്ങനെ പിറ്റേ ദിവസം ആണ് ഞങ്ങൾ ശരിക്കും ജോയിൻ ചെയ്തത്. ഞങ്ങൾ 4 പേര് കൂടിയിട്ട്. നല്ല തിരക്കായിരുന്നല്ലോ ട്രെയിനിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നടന്നിട്ട് ഒരു ബസ് കയറി, മൂകാംബികയിലേക്കുള്ള ബസ് കയറി. ഒരു ആൾക്ക് 50 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് വന്നത്. 1 അവർ എടുത്തു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്തു. അവിടെ നിന്ന് വേഗം കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി. ഏകദേശം ഒരു 11:30-12 കൂടി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ അമ്പലത്തിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ പൂവൊക്കെ വാങ്ങിച്ചു. എന്തായാലും അമ്പലത്തിൽ പോകല്ല, അപ്പോൾ ഞങ്ങൾ പൂവൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് പൂവൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അവിടെ കുറേ നേരം നിന്നു, സ്പെൻഡ് ചെയ്തു. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നമുക്കങ്ങനെ കാണാൻ പറ്റില്ല അമ്പലം, കുറച്ച് നടക്കണം അമ്പലത്തേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നടന്നു. അങ്ങനെ നല്ല അറൗണ്ട് പുറത്ത് കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആ ദിവസം സൺഡേ ആയിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ കയറിയത്. അപ്പോൾ നല്ല തിരക്കായിരുന്നു. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കുറേ വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. രഥം ഉണ്ടായിരുന്നു. മെയിനാണല്ലോ, മൂകാംബികയിലെ മെയിനാണ് ഈ രഥം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന എന്തോ പൂജകളൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്നു കേട്ടോ. അറൗണ്ട് ഒരു 12 to 1 വരെ ഞങ്ങൾ ക്യൂ നിന്നു. അങ്ങനെ 2 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് നമുക്ക് തൊഴാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു സൺഡേ ആയതുകൊണ്ടാണ് ഇത്ര റഷ് ഉണ്ടായത്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഫുഡ്. അപ്പോൾ നല്ല ഇത്ര തിരക്കിൽ ക്യൂ നിന്നിട്ട് ഫുഡ് കഴിച്ചപ്പോൾ തന്നെ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, ഡ്രസ്സപ്പ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും അമ്പലത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഡാൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു രഥം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് ജസ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറി. അത് ഞങ്ങൾ കുറച്ച് ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചടിച്ചു. നല്ല രസമായിരുന്നു, പൊളി വൈബായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി കുറേ ഡാൻസും പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ പിറ്റേ ദിവസം അറൗണ്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കുടജാദ്രിക്ക് പോകാൻ റെഡിയായി. അങ്ങനെ സൺറൈസൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ കുറേ ജീപ്പുകാരൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കുടജാദ്രി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു എത്രയാണ് റേറ്റ് കുടജാദ്രി പോകാമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു 8 പേർക്ക് പോകാൻ പറ്റുള്ളൂ, ഒരാൾക്ക് 480 rupees ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ജീപ്പിൽ കയറി. അപ്പോൾ ഞങ്ങൾ 4 പേരുള്ളത് കൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരു 4 പേര് കൂടി വരാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ജീപ്പിൽ കയറിയിട്ട് അറൗണ്ട് 1 hour സാധാ റോഡായിരുന്നു. അതിന് ശേഷമാണ് ഓഫ് റോഡ് കയറിയതും ഏകദേശം 1 hour ഉണ്ടായിരുന്നു. അപ്പോൾ അറിയാലോ, നല്ല ചാട്ടമായിരുന്നു. ഞാനും വിഷ്ണുപ്രിയയും ഫ്രണ്ടിലിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത്ര ചാട്ടം കിട്ടിയില്ല. എന്നാലും ബാക്കിലിരുന്നവർക്കൊക്കെ നല്ല ചാട്ടമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഹിൽ ടോപ്പിലെത്തി. അപ്പോൾ ഞാൻ സൈഡിലിരുന്നത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു, ഇനി നിങ്ങൾ അവിടെ നിർത്തിയിടും വണ്ടി, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി ബാക്കിയെല്ലാം ട്രക്കിംഗ് ആണ്, നടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നപ്പോൾ തന്നെ അവിടെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ജസ്റ്റ് കയറി ഒന്ന് തൊഴുതു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും നടന്നു. നടക്കൽ കഠിനമായിരുന്നെങ്കിലും ഞങ്ങൾ 4 പേരുള്ളത് കൊണ്ട് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ എൻജോയ് ചെയ്ത് നടന്നു. അങ്ങനെ ഞങ്ങളൊരു ടോപ്പിലെത്തി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതാണ് എൻഡെന്ന് വിചാരിച്ചു പെട്ടെന്ന്. പക്ഷേ ആക്ച്വലി അവിടെ നിന്നായിരുന്നു തുടങ്ങുന്നത്, ആ ട്രക്കിങ് തുടങ്ങുന്നത്. അവിടെ നിന്നും ഏകദേശം ഒരു 1 മണിക്കൂറടുത്തുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ സർവജ്ഞ പീഠത്തിലെത്തി. അപ്പോൾ ഇത്രയും നേരം ട്രക്കിങ് കഴിഞ്ഞ് നടന്ന് ക്ഷീണിച്ചിട്ട് അവസാനം ആ സർവജ്ഞ പീഠം കണ്ടപ്പോൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ. മുകളിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ശങ്കരാചാര്യരുടെ സ്റ്റാച്ചു കണ്ടു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ റിട്ടേൺ പോകുന്നു. അപ്പോൾ തിരിച്ച് ഇത്രയും ട്രാവൽ ചെയ്തിട്ട് ക്ഷീണിച്ചതിൻ്റെ ഒരു വിഷമം എല്ലാവരുടെ ഫേസിലും ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങളെ മൂകാംബിക അവിടെ തന്നെ അവർ ജീപ്പ് കൊണ്ടുവിട്ടു. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ പോകുന്നു. ഓക്കെ, ബൈ.